നമസ്കാരം അച്ഛന്മാരെ, നമ്മളുള്ളത് ചാലിശ്ശേരിയാണ്. ഈ കാണുന്നത് കൂറ്റനാട് റോഡാണ്. ഇങ്ങോട്ട് പിന്നെ പെരുമ്പിലായിരിക്കും. അപ്പം നമ്മളിവിടെ നല്ലൊരു നാടൻ സദ്യ കഴിക്കേണ്ടി വന്നു. ഇവിടെയാണ് സദ്യ, നല്ല ഇലയിട്ട് സദ്യ. ആദ്യം ഇല വന്നു, ഭയങ്കര കാറ്റോട്ടോ ഫാൻ്റെ കൊണ്ട് ഇല പാറിപ്പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇല വന്നു, പിന്നെ ഉപ്പേരി വന്നു, അച്ചാർ വന്നു, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചോറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയാലല്ലേ കറി വയ്ക്കാൻ പറ്റുള്ളൂ. വെജിറ്റേറിയൻ ഹോട്ടലാണ്, പക്ഷേ 2 ടൈപ്പ് കറി ഉണ്ട് നമുക്കിവിടെ. നല്ല മോരുകറി, പിന്നെ സാമ്പാറും. രണ്ടിൽ നിന്നും കുറേശ്ശെ പറയാം. എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. പക്ഷെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കരുത് കേട്ടോ. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. എന്നാലല്ലേ അതിൻ്റെ രുചികൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഈ കളറ് കാണാൻ തന്നെ എന്ത് രസമല്ലേ. ആദ്യം നമുക്ക് സാമ്പാറിൽ നിന്ന് തുടങ്ങാൻ. ഒരു മൂലത്തിന് കുറച്ച് സാമ്പാർ ചോറിലേക്ക് മിക്സാക്കി കുറച്ച് ഉപ്പേരി ചേർത്ത് ഒരു പിടുത്തം പിടിച്ചാലോ. സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ ഇവരെ സാമ്പാർ. ഒരു രക്ഷയില്ല അതിനെ പറ്റി പറയാം. സംഭവം ഇടയ്ക്കോരോ മുളക് കടിക്കണം, എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവുമല്ലോ, നല്ലതല്ലേ. ഇവർ തൈരും ഈ കൊണ്ടാട്ട മുളകും ഒരു രക്ഷയില്ല കേട്ടോ. എല്ലായിടത്തേക്കാളും എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഈ കൊണ്ടാട്ട മുളക് എല്ലാ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. മിക്കവാറും സ്ഥലത്ത് അത് തണുത്തിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇനി സാമ്പാർ മാറിക്കട്ടെ, ഇനി കുറച്ച് മോരുകറി കൂട്ടി കഴിച്ചു നോക്കാം നമുക്ക്. മോരുകറി ആണെങ്കിലും അതിലേക്ക് കുറച്ച് കളരും ഒല്ലിനും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് തേക്കാം. ഈ സാധനം എന്താണെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അസാധ്യമായിരുന്നു, അപാരമായിരുന്നു. ഈ വെറൈറ്റി ഐറ്റം ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഇലക്കറിയാണ്. എന്ത് ഇലയെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കും മനസ്സിലായില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അടുത്ത ഹോട്ടലിൽ തപ്പിപ്പിടിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.